ആനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ. രണ്ടാമത് പുതിയ ചില വിഷയങ്ങൾ റിവ്യൂ പെറ്റീഷനിൽ നമുക്ക് കിട്ടിയ വിധിയിൽ എവിടെയാണോ തെറ്റ് പറ്റിയത്, എറർ അപ്പാരന്റ് എന്നാണ് പറയുന്നത്, ആ വിധിയിലുള്ള തെറ്റുകളെ മാത്രം ചൂണ്ടിക്കാണിക്കാനേ സാധ്യമുള്ളൂ. അല്ലാതെ പുതിയ വിഷയങ്ങൾ അവിടെ ചർച്ചയ്ക്ക് പരാമർശിക്കപ്പെടാൻ സാധ്യതയില്ല, അത് എടുക്കുകയില്ല. അതുകൊണ്ട് ആ വിധിയിലുള്ള തെറ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കവിടെ പരാമർശിപ്പിക്കേണ്ട പല കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്ചറൽ എവിഡൻസുകളുണ്ട്. അതുപോലെ തന്നെ റിലീജിയസ് മാറ്റേഴ്സ് അവിടെ വേണ്ട തരത്തിൽ ജഡ്ജിമാർ പരിഗണിച്ചില്ല. കൂടാതെ കേന്ദ്ര സർക്കാർ ആദ്യത്തെ കേസിൽ കക്ഷിയായിരുന്നില്ല, കേരള സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ആയിരുന്നു കക്ഷിയായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിനെ കൂടെ കക്ഷിയാക്കേണ്ടതുണ്ട്. കാരണം ശബരിമലയിലെ ഭക്തജനങ്ങൾ ബഹുഭൂരിപക്ഷം കേരളത്തിന് പുറത്തുള്ളവരാണ്. അതുകൊണ്ട് കേരളത്തിലെ മന്ത്രിസഭ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ മാത്രം തീരുമാനിച്ച് നടപ്പാക്കുന്ന ഒരു സ്ഥലമാകാൻ പാടില്ല ശബരിമല. കാരണം അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു ഹൈന്ദവരുടെ ഈ ലോകത്തറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ആരാധനാലയമാണ്, ഒരു ദേവാലയമാണ് ശബരിമല. അതുകൊണ്ട് അത്തരത്തിൽ കാണണം. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യേണ്ട കൂടുതൽ കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് എല്ലാ വിഷയങ്ങളും. അങ്ങനെയാണ് ഒരു റിട്ട് പെറ്റീഷനും കൂടാതെ റിവ്യൂ പെറ്റീഷനും കൊടുത്ത് നമ്മൾ കേസ് ശക്തമായ രീതിയിൽ നമ്മൾ കേസ് മുന്നോട്ട് കൊണ്ടുപോയി. സമർത്ഥന്മാരായിട്ടുള്ള കിട്ടാവുന്നതിൽ ഏറ്റവും സമർത്ഥന്മാരായിട്ടുള്ള വക്കീലന്മാരാണ് വെച്ചത്. ആദ്യമേ ഈ റിട്ട് പെറ്റീഷൻ നവംബർ 13 2018 സെപ്റ്റംബർ 28 നമുക്കെതിരെ വിധി വന്നതെങ്കിൽ നമ്മൾ നവംബറിൽ തന്നെ ഇതെല്ലാം ഫയൽ ചെയ്തു. നവംബർ 13 സുപ്രീം കോടതിയിലെ 1ാം നമ്പർ ബെഞ്ച്, ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ഈ ജസ്റ്റിസ് ഗൊഗോയ്, ജസ്റ്റിസ് കോൾ, ജസ്റ്റിസ് ജോസഫ് ഇവരുടെ 3 പേരാണ് ബെഞ്ചിലുണ്ടായിരുന്നത്. അവരാണ് ഈ റിട്ട് പരിഗണിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ടിരുന്നത്. 2018 നവംബർ 13 രാവിലെ ഇരുന്നപ്പോൾ 11 മണിക്ക് ഇരുന്നപ്പം ഈ റിട്ട് പെറ്റീഷൻ കേട്ടു. സത്യം പറഞ്ഞാൽ കേസിന്റെ ഒരു വഴിത്തിരിവ് അതായിരുന്നു എന്ന് വേണേൽ പറയാം. അത് റിട്ട് പെറ്റീഷൻ ആദ്യം കേട്ടത്, അത് പിന്നീടുള്ള ജഡ്ജ്മെന്റിലൊക്കെ അത് പറയുന്നുണ്ട് തെളിവോടുകൂടി. അപ്പോൾ അതിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ആര്യമസുന്ദരത്തിന്റെ സഹായം കിട്ടി. അദ്ദേഹത്തിന് നമ്മൾ ഒരു ദിവസം കൊണ്ട് തലേദിവസം നമുക്ക് അദ്ദേഹത്തെ കിട്ടിയും നമ്മൾ രാത്രി മൊത്തം ഇരുന്ന് കേസൊക്കെ മനസ്സിലാക്കി അടുത്ത ദിവസം കേസിന് ചെന്നു. ഈ റിട്ട് പെറ്റീഷൻ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ റിലീജിയസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ 2-3 മിനിറ്റ് കൊണ്ട് മാത്രം തന്നെ ഈ ജഡ്ജിമാരുടെ മുന്നിലേക്ക് അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ പറ്റി. നമ്മൾക്കെതിരെയുള്ള ഒരു ശക്തിക്കും അവിടെ വാതുറക്കാൻ പോലും സമയം കൊടുത്തില്ല. അങ്ങനെ അത് കേട്ടതിന് ശേഷം അനുകൂലമായി അതായത് റിട്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ചരിത്രപരമായ ഒരു ആദ്യത്തെ ഒരു വിധി നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് റിട്ട് അംഗീകരിച്ചു, റിട്ട് എടുക്കും എന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടെ പറഞ്ഞു, റിവ്യൂ പെറ്റീഷൻ അന്ന് ഉച്ചയ്ക്ക് 3:30 മണിക്ക് ഒരു ചേംബറിലാണ് കേൾക്കുന്നത്. പക്ഷേ റിവ്യൂ പെറ്റീഷൻ എടുത്താലും എടുത്തില്ലേ തള്ളിയാലും ശരി ഈ റിട്ട് നിലനിൽക്കും എന്ന് പറഞ്ഞു. 1. 2, റിവ്യൂ പെറ്റീഷൻ അംഗീകരിച്ചാൽ അതിന്റെ വാദത്തിനൊപ്പം ചിലപ്പം ഈ റിട്ട് പെറ്റീഷൻ കേൾക്കുമെന്ന് പറഞ്ഞു. 2, അതിലും അനുകൂലമാണ്. 3, റിവ്യൂ പെറ്റീഷൻ കേൾക്കാൻ തീരുമാനിച്ചാലും ചിലപ്പോൾ റിട്ട് പെറ്റീഷൻ പ്രത്യേകമായിരിക്കും കേൾക്കുന്നതെന്ന് പറഞ്ഞു. എന്തായാലും 3ലും റിവ്യൂ പെറ്റീഷൻ കേൾക്കും എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കേസിന് ഒരു വഴിത്തിരിവ് വരും എന്നുള്ള ഉറപ്പായ നിമിഷങ്ങളായിരുന്നു അത്. അവിടുന്ന് ശേഷം നമുക്ക് ഉച്ചയ്ക്ക് 3:30 മണിക്ക് അപ്പം നമുക്ക് അവിടെ ഈ വാദത്തിനിടയിൽ തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചു. ഈ റിട്ട് പെറ്റീഷനിൽ വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് ചേർത്തിരിക്കുന്നത്. പക്ഷേ മുൻപുള്ള വിധിയിൽ അത് പലതും വന്നിട്ടില്ല. അതുകൊണ്ട് കേസ് റീഓപ്പൺ ചെയ്ത് പുതിയ പുനർവാദം കേട്ടാൽ മാത്രമേ ഈ വിഷയങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് കോടതിക്കൊരു ശക്തമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു വിധി പ്രസ്താവിക്കാൻ പറ്റുള്ളൂ എന്ന കാര്യം കൂടെ അവിടെ സമർത്ഥിക്കാൻ പറ്റി എന്നുള്ളതും വളരെ പ്രധാനമാണ്. അങ്ങനെ ഉച്ചയ്ക്ക് 3:30 മണിക്ക് ഈ റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കുന്നതിന് വേണ്ടി ചേംബറിൽ കൂടിയപ്പോൾ, അത് ചേംബറിലാണ് കൂടിയപ്പോൾ അവരെടുത്ത തീരുമാനം നമുക്കറിയാം, അത് സുപ്രധാനമായിരുന്നു. ചരിത്രത്തിലാദ്യമായിരുന്നു, സുപ്രീം കോടതി ചരിത്രത്തിൽ ആദ്യമായിട്ട് റിവ്യൂ പെറ്റീഷൻ ഓപ്പൺ കോടതിയിൽ, തുറന്ന കോടതിയിൽ വീണ്ടും വാദം കേൾക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ചരിത്രവിധിയാണ്. ഇതാണ് അയ്യപ്പന്റെ ശക്തി. അങ്ങനെ ഈ ദിവസം വളരെ സുപ്രധാനമാണ്. നവംബർ 13 എന്ന് പറയുന്നത് റിട്ട് പെറ്റീഷൻ അംഗീകരിക്കുകയും അത് വാദം കേൾക്കാനായിട്ട് എടുക്കുകയും തീരുമാനിക്കുകയും അതുപോലെ റിവ്യൂ പെറ്റീഷൻ ഓപ്പൺ കോടതിയിൽ കേൾക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒരു വഴിത്തിരിവ്. അവിടുന്ന് അങ്ങോട്ട് നമുക്ക് സ്ഥിരമായിട്ട് അംഗീകാരങ്ങളുടെ പുറത്ത് അംഗീകാരമായിരുന്നു. കാരണം നമുക്കവിടെ ഓപ്പണിംഗ് കിട്ടി. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ കൊടുക്കാനും ഈ പറഞ്ഞ സ്ക്രിപ്ചറൽ എവിഡൻസ്, രേഖാമൂലമായിട്ടുള്ള തെളിവുകൾ, പണ്ഡിതന്മാരും അതുപോലെ എക്സ്പേർട്സ്, ലീഗൽ എക്സ്പേർട്സിന്റെ എല്ലാം വിശദമായ വിവരങ്ങൾ, ഇതിനുവേണ്ടി നമ്മൾ പല സെമിനാർ നടത്തി. പണ്ഡിതന്മാരും അതുപോലെ തന്നെ ലീഗൽ എക്സ്പേർട്സിന്റെ സെമിനാർ, രണ്ടുപേരും ഒന്നിച്ചിരുത്തി സെമിനാർ, കിട്ടാവുന്ന രേഖകൾ പല ആളുകളുടെ കയ്യിൽ നിന്ന്. ഈ സെമിനാറിൽ നടത്തുമ്പോൾ നമ്മൾ ചെയ്തത് കേരളത്തിലെ മാത്രം ആചാര്യന്മാരെ അല്ല നമ്മൾ അവിടെ ക്ഷണിച്ചത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലുങ്കാന, കേരളം, ഈ സംസ്ഥാനങ്ങളിലൊക്കെ, കാരണം അയ്യപ്പനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഈ സമൂഹത്തിന്റെ എല്ലാം ആചാര്യന്മാരും അതുപോലെ അവിടങ്ങളിലുള്ള പ്രധാന ക്ഷേത്രങ്ങളുടെ ഭരണാധിപന്മാരും
മുഖ്യതന്ത്രിമാരും എല്ലാം കൂടി ആലോചിച്ച ശേഷമാണ് കൃത്യമായിട്ടും ഇതിനെ ആചാരപരമായ വിഷയത്തിൽ എങ്ങനെ നേരിടണമെന്നും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതായിട്ടുള്ള വലിയ വലിയ അഡ്വക്കേറ്റുമാരുമായിട്ടും നിയമ എക്സ്പേർട്സുമായിട്ടൊക്കെ സംസാരിച്ച് വളരെ സമയമെടുത്ത് നമ്മൾ ഇങ്ങനെ ഓരോ രേഖകൾ സമർപ്പിച്ചുകൊണ്ടിരുന്നു. കേസിന്റെ വാദം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് നമുക്ക് ജനുവരി മാസത്തിലെ അനുകൂലമായ ഒരു വിധി, അതായത് ഈ പറഞ്ഞ 5 അംഗ ബെഞ്ച്, ഈ കേസ് കേട്ടുകൊണ്ടിരുന്ന 5 അംഗ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനം പറയുന്നത്. അതിനകത്ത് 9 കാര്യമാണ് പറഞ്ഞത്. ആ വിധിയിലെ അക്കമിട്ട് 9 കാര്യങ്ങളാണ് ആ വിധി ന്യായത്തിൽ പറഞ്ഞത്. വളരെ അതും ചരിത്രപ്രധാനമുള്ളൊരു വിധിയാണ്. ഞാൻ അന്ന് തന്നെ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു വിഷയം. അതിന്റെ 9 കാര്യങ്ങളും വളരെ സുപ്രധാനമാണ്. ആദ്യത്തെ ഒന്നാം ഖണ്ഡികയിൽ അക്കമിട്ട 1-ാം ഖണ്ഡികയിൽ പറയുന്നത് റിട്ട് പെറ്റീഷൻ വളരെ പ്രധാനമാണ്. സാധാരണഗതിയിൽ നമ്മൾ റിവ്യൂ പെറ്റീഷൻ കേൾക്കാറില്ല, തുറന്ന കോടതിയിൽ അല്ലെങ്കിൽ പുനർവിചനത്തിന് കേൾക്കാറില്ല. പക്ഷേ റിട്ട് പെറ്റീഷനിലുള്ള വളരെ പ്രാധാന്യമേറിയ വിഷയങ്ങൾ പറഞ്ഞിരുന്നുകൊണ്ടാണ് നമ്മൾ ഇത്തരം തുറന്ന കോടതിയിൽ അത് വീണ്ടും കേൾക്കാനായിട്ട് തീരുമാനിച്ചത് എന്ന് 1-ാം ഖണ്ഡികയിൽ പറയും. പിന്നീടുള്ള 8 ഖണ്ഡികകളിലും നമ്മൾ ഈ കൊടുത്ത വാദങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഇത് സുപ്രധാനമായ വിഷയമാണ്, ഇത് ശബരിമലയുടെ വിഷയം മാത്രമല്ല, ഭാരതത്തിന്റെ മൊത്തം വിഷയമാണ്, ഇത് ശബരിമല ക്ഷേത്രത്തിന്റെ വിഷയം മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളുടെയും വിഷയമാണ്, ഇത് ഒരു സമൂഹത്തിന്റെ, ഹിന്ദു സമൂഹത്തിന്റെ മാത്രമല്ല, എല്ലാ വിശ്വാസ സമൂഹങ്ങളുടെയും മതവിശ്വാസികളായിട്ടുള്ള എല്ലാവരുടെയും പ്രശ്നമാണ് തുടങ്ങി വളരെ സുപ്രധാനമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ അവകാശങ്ങൾ, ദേവീദേവന്മാർക്ക് മുമ്പുണ്ടായിരുന്ന അവകാശങ്ങൾ ഇല്ലാതായാലുണ്ടാകുന്ന പ്രശ്നങ്ങളും ക്ഷേത്രം ഒരു പബ്ലിക് പ്ലേസ് ആണെന്നുള്ള കാര്യത്തിലും എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും അങ്ങനെ മുഴുവൻ എഴുതിയ. പക്ഷെ അതിനകത്ത് എഴുതിയൊരു കാര്യം, ഇത് ഇത്ര വിശാലമായൊരു വിഷയമാണ്, ചെറിയൊരു വിഷയമല്ല, അതൊരു 5 അംഗ ബെഞ്ചല്ല, ഒരു ഭരണഘടനാ ബെഞ്ച് 1950 രൂപീകരിക്കപ്പെട്ടത്. 1950 രൂപീകരിക്കുമ്പോൾ ആകെ സുപ്രീം കോടതിയിൽ 7 അംഗങ്ങളെ ഉണ്ടായിരുന്നു. 7-ൽ 5 പേരായിരുന്നു ഭരണഘടനാ ബെഞ്ച്, കാരണം ബഹുഭൂരിപക്ഷ ആളുകളാണ്. പക്ഷെ ഇന്ന് 30-ൽ കൂടുതൽ ആളുകൾ, 30-ൽ കൂടുതൽ ജഡ്ജിമാര് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലുണ്ട്. അതുകൊണ്ട് 5 അംഗ ബെഞ്ചല്ല, വലിയൊരു ബെഞ്ച്, ലാർജർ ബെഞ്ച് ഇത് പരിഗണിക്കണം എന്ന് പറഞ്ഞ് ലാർജർ ബെഞ്ചിന് വിടുകയാണ് അത് ചെയ്തത്. കാരണം അത്ര വലിയ വിഷയമാണിത്. അപ്പൊ നമ്മളിത് പറഞ്ഞിരിക്കുന്നത് വൺസ് ഫോർ ഓൾ സെറ്റിൽ ആവണം. ഇതൊരിക്കലും ഇനിയും ഇത്തരം വിഷയങ്ങൾ ഒരു കോടതിയുടെ മുന്നിൽ വരാൻ പാടില്ല. ആചാരപരമായ വിഷയങ്ങൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്ന സംവിധാനങ്ങളുണ്ട്. നമുക്കറിയാം ഓരോ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഓരോ ക്ഷേത്രങ്ങളിൽ പരിഹരിക്കപ്പെടുന്നത് എന്നുള്ളത്. അതിന് ആ മാർഗങ്ങൾ തന്നെ ഉപയോഗിക്കണം. നമ്മൾ കോടതിയിൽ വെച്ചിട്ടല്ല ഈ എന്തെല്ലാം മാറ്റങ്ങൾ ക്ഷേത്രങ്ങളിൽ വരുത്തിയിട്ടുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ധാരാളം മാറ്റങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളിലും വിശ്വാസങ്ങളിലും ഒക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷെ അത് സമൂഹം തന്നെ തീരുമാനിച്ചിട്ട് നമ്മൾ തന്നെ ആലോചിച്ച്, അത് നമ്മുടെ ആചാര്യന്മാരുമായിട്ട് ആലോചിക്കുന്നു, തന്ത്രിയുമായിട്ട് ആലോചിക്കുന്നു, ദേവന്റെ ഹിതം അറിയുന്നു. അങ്ങനെ ദേവന്റെ ഹിതം കൂടെ അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓരോ നടപ്പാക്കുമെങ്കിൽ കോടതിയിൽ വന്നിട്ട് ഭരണഘടനയുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഇത് താരതമ്യം ചെയ്തുകൊണ്ട് ചെയ്യുന്ന രീതിയിലല്ല. അതൊരിക്കലും ഒരു വിശ്വാസത്തിന് ചേർന്ന രീതിയല്ല. അത് ഈ കോടതിയിൽ ഈ പറഞ്ഞ 5 അംഗ ബെഞ്ചിന്റെ വിധിയിൽ അത് പറയുന്നുണ്ട്. കാരണം ഇത്തരം വിഷയങ്ങൾ കോടതി പരിഗണിക്കേണ്ടതാണോ എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം കൂടെ ആ വലിയ ബെഞ്ചിലേക്ക് വിട്ടുന്ന റെഫറൻസിനകത്ത് ഈ 5 അംഗ ബെഞ്ച് പറയുന്നുണ്ട്. അതായത് ആചാരപരമായ വിഷയങ്ങൾ ഒരിക്കലും ഇത്തരം കോടതികളല്ല വരേണ്ടത്. അത് അതാത് ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതാത് സംവിധാനങ്ങളിൽ കൂടെ വേണം തീർപ്പാക്കാൻ എന്നുള്ള വളരെ കൃത്യമായ സൂചനയും ഒക്കെ ഉണ്ട്. ഇതിനെല്ലാം ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകുകയും ഭാരതത്തിൽ ഇനിയും ഒരു ക്ഷേത്രത്തിനെതിരെയും ഒരു ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ എതിരെയും ഇത്തരം ഒരു അധാർമിക ശക്തിയും തലപൊക്കാനായിട്ട് ഇടവരാത്ത തരത്തിൽ പഴുതടച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ആലോചിച്ചത്. ഏതാണ്ട് അതേപോലെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. ഇന്നിപ്പം അത് 9 അംഗ ബെഞ്ചിന്റെ പരിഗണനയിൽ വന്നു. പക്ഷെ 9 അംഗ ബെഞ്ചിന്റെ മുന്നിൽ വന്നപ്പോൾ തന്നെ ധാരാളം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ ഒരുപാട് തർക്കങ്ങളൊക്കെ വന്നു. അവിടുന്ന് പലരും, നമുക്കറിയാം, ഈ വളരെയധികം പണം ഇറക്കിക്കൊണ്ടാണ് ഈ പ്രതിലോമ ശക്തികൾ, തീവ്രവാദികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമുക്കവിടെ സുപ്രീം കോടതിയിൽ നമുക്ക് അവരുടെ സാന്നിധ്യം വ്യക്തമാണ്. ഞാൻ അവിടെ കേസ് നടക്കുമ്പോൾ സുപ്രീം കോടതിയിലെ കോടതിക്കുള്ളിലുണ്ടാവും. ഞാൻ എപ്പോഴും കാണുന്ന കാഴ്ചയാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന തീവ്രവാദി പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ അവിടെ ഹാജരായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അപ്പൊ അവരൊക്കെ ധാരാളം പണം ഓരോരോ വിഷയത്തിലുമൊക്കെ, ഇപ്പൊ ലവ് ജിഹാദ് വിഷയത്തിലൊക്കെ, ഈ വൈക്കത്തെ അഖിലയുടെ കേസിലൊക്കെ 80 ലക്ഷത്തിൽ പരം രൂപ ഒക്കെ കൊടുത്ത കാര്യമൊക്കെ പത്രമാധ്യമങ്ങൾ വന്ന വിഷയമാണ്. പോപ്പുലർ ഫണ്ടിന്റെ വിഷയം ഇന്നിപ്പോൾ പോപ്പുലർ ഫണ്ടിന്റെ ഓഫീസുകളൊക്കെ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ശക്തികളൊക്കെ ഹിന്ദുക്കളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വലിയ ഗൂഢസംഘം, ഞാൻ നേരത്തെ പറഞ്ഞ അധാർമിക ശക്തികളൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്. പക്ഷേ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട്, അതിനെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് അയ്യപ്പന്റെ അനുഗ്രഹത്തോടുകൂടി ഇതെല്ലാം സാധിക്കുന്നത് തീർച്ചയായിട്ടും അയ്യപ്പന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. കലിയുഗവരതന അയ്യപ്പൻ ഇതിനെല്ലാം ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മളിലൂടെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് അതതിൻ്റെ നല്ല രീതിയിൽ പോകുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം മിനിഞ്ഞാന്ന് നമ്മൾ കണ്ടു. കേരള സർക്കാരിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ വെബ്സൈറ്റിൽ
ശബരിമലയിലെ വിർച്വൽ ക്യൂവിനെ സമയത്തുള്ള അതിനകത്തൊരു കാര്യം എഴുതി ചേർത്തു. എന്താണ്? അതായത് സ്ത്രീകൾ 50 വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾ 50 വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നുള്ള കാര്യം അവർ എഴുതി ചേർത്തു. കാരണം കൃത്യമായിട്ടും ഇന്ന് നിലനിൽക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള കോടതിയുടെ പരാമർശത്തിനനുസൃതമായിട്ട് തീർച്ചയായിട്ടും അത് നിലവിൽ വന്നു എന്നുള്ളത് ഇതിനിടയ്ക്ക് ഈ 9 അംഗ ബെഞ്ചിന് വിട്ടതിന് ശേഷം ഞങ്ങൾക്ക് കയറാൻ അവകാശമുണ്ട്, സ്റ്റേ ഇല്ല എന്നും പറഞ്ഞിട്ട് ഇവിടുന്ന് പല വനിതകളോടെ പോയും പക്ഷേ അത് കോടതി അനുവദിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് കേരള സർക്കാർ പോലും അത് അംഗീകരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഈ കേസിന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കേസ് കൊടുത്ത വനിതയുമായിട്ട് എനിക്ക് നേരിട്ട് സംസാരിക്കാൻ സാധിച്ചു. അതിലൊരു വനിതയുമായിട്ട് 2014 തന്നെ സംസാരിച്ചു. അപ്പോൾ ഞാൻ അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞതാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പിട്ടു എന്നുള്ള കാര്യം ഞാൻ പറയാനിടയാക്കുക അതാണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ്. പ്രേരണ കുമാരി എന്നുള്ള വനിതയായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ അയ്യപ്പനെക്കുറിച്ചും ശബരിമലയെക്കുറിച്ചും കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, മിസ്റ്റർ കുമാർ, ഐ എം വെരി സോറി, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അത് കേൾക്കുന്നത്. എനിക്ക് ശബരിമല എവിടെയാണെന്നോ അയ്യപ്പൻ ആരാണെന്നോ അറിയില്ല. ഈ നൌഷാദ് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, യൂതുവിലെ പ്രവേശിപ്പിക്കാത്ത ക്ഷേത്രമുണ്ട്, അതിന് കേസ് കൊടുക്കണം, അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഒപ്പിട്ടതാണ്, ചതിയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. പക്ഷെ അവരൊരു കാര്യം എന്നോട് പറഞ്ഞു, ഞാൻ പക്ഷെ നിങ്ങൾ പറഞ്ഞ് സത്യമാണോ എന്ന് അന്വേഷിക്കും, സത്യമാണെന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാകും, കേസിൽ നിന്ന് ഞാൻ പിന്മാറും എന്ന് എനിക്ക് അന്ന് ഒരു വാക്ക് തന്നു. അതവർ പാലിച്ചു. 2017 തന്നെ കേസിന്റെ വാദം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2018 ആദ്യം അവർ വാദം മുന്നോട്ട് പോകുമ്പോൾ അവരും ഇവരോടൊപ്പം മറ്റ് 2 സ്ത്രീ, ആകെ 5 വനിതകളാണ് ഞാൻ പറഞ്ഞു അഡ്വക്കേറ്റുമാരാണ് പെറ്റീഷൻ കൊടുത്തതെങ്കിൽ അതിൽ 3 പേരും കോടതിയിൽ വിസ്താരം നടക്കുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമെന്ന് നമുക്കറിയാം. സുപ്രീം കോടതിയുടെ മുൻപിൽ ആ ലോഡിൽ എല്ലാ ചാനലുകാരും ക്യാമറ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അവിടെയാണ് നമ്മൾ പത്രക്കാരെ കാണാറുള്ളത്. അവിടേക്ക് അവർ നടന്നു വന്നു പറഞ്ഞു, ഞങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറുകയാണ്, ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു, ചതിയിൽപ്പെട്ടു, ഞങ്ങൾ അതുകൊണ്ട് ഇനി ഈ കേസിലില്ല, ഇന്ന് ഈ പറയുന്നതിലൊന്നും യാതൊരു വാസ്തവമില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു സുപ്രധാനമായ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇതിന്റെ പിന്നിൽ, ഈ കേസിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് വരെ പറഞ്ഞു. ഇന്നും നമുക്കത് ഇന്റർനെറ്റിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആ വീഡിയോ ഇന്നും ഉണ്ട്. അത് പലരും കണ്ടു കാണും, പക്ഷെ പലരും കണ്ടും കാണില്ല. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് ഇതിൽ പരം എന്താണ് തെളിവ് വേണ്ടത്? ഞാൻ ഈ പറഞ്ഞതിന്റെ എല്ലാ കാര്യങ്ങളിലും ഈ ഒറ്റ കാര്യം കൊണ്ട് തെളിയിക്കപ്പെടുകയാണ്. അതായത് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഈ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ്. ഇത് മാത്രമല്ല, ഇത് നമ്മൾ കൃത്യമായിട്ട് ഇടപെട്ടത് കൊണ്ടും ഈ കക്ഷികളെയൊക്കെ കാണാനും അവരെ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചതുകൊണ്ടുമാണ് ഇത്തരത്തിലൊരു മാറ്റം വന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ കോടതി അത് കണ്ടില്ല എന്ന് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അതായത് 5 പെറ്റീഷനേഴ്സിൽ 3 പേര് പിൻവാങ്ങി ആ കേസ് തെറ്റാണെന്നും ഞങ്ങൾ ചതിയിൽപ്പെട്ടതാണെന്നും ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നും ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ആ കേസിന്റെ വിധി നമുക്കെതിരായിട്ട് വന്നതെന്നുള്ളത് മറ്റൊരു ദൗർഭാഗ്യം. പക്ഷേ ഇന്ന് കാര്യങ്ങളൊക്കെ മാറി, ഇന്ന് നമുക്ക് അനുകൂലമായൊരു സ്ഥിതിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കേസ് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത്, നമുക്കിപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം യുവതി പ്രവേശനത്തിന്റെ വിഷയമായാലും ശരി, ഞാൻ നേരത്തെ പറഞ്ഞ ദേവദേവന്മാരുടെ അവകാശ സംബന്ധമായിട്ടുള്ള എല്ലാം നമുക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് പുനഃസ്ഥാപിക്കുക മാത്രമല്ല, ഇനിയും ഒരു കോടതിയിൽ പോലും ഇത്തരം വിഷയങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് 9 അംഗ ബെഞ്ചിലേക്ക് വിട്ടപ്പം ഈ 5 അംഗ ബെഞ്ചിന്റെ 9 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലൊരു കാര്യം അത് തന്നെയാണ്. അതുകൊണ്ട് അത്തരത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇനിയും അതിലും കൂടുതൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചുകൊണ്ട് ഭരണഘടനാപരമായിട്ട് ചില മാറ്റങ്ങൾ, ഭരണഘടനയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തിരുവിതാംകൂറിലെ ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ അന്നത്തെ മഹാരാജാവ് ചിത്രനാൾ മഹാരാജാവ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായ ശ്രീ VP മേനോനുമായിട്ട് ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥകൾ പോലെ ശക്തമായ വ്യവസ്ഥകൾ നമ്മുടെ ഈ ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കണം. നമ്മുടെ ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും സനാതനധർമ്മത്തെയും അതുപോലെ തന്നെ ഭാരതീയ സംസ്കാരത്തെയും ഭാരതത്തിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടും ഭാരതത്തിന്റെ പുരോഗമനത്തിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ സോനേക്ക ചിടിയ എന്ന സ്വർണ്ണപ്പക്ഷി എന്നറിയപ്പെടുന്ന ഭാരതത്തിനെ അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെ കൊണ്ടുവന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനം തീർച്ചയായിട്ടും സ്വാമി അയ്യപ്പന്റെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് തന്നെ ചെയ്യാം. ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് നീങ്ങാം. ബാക്കി കാര്യങ്ങൾ അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് ഏതെങ്കിലും സന്ദർഭത്തിൽ പറയാം. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. കൂടാതെ ഈ ശബരിമല അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിന്റെ അതുപോലെ എൻ്റെ പേജ് മാനേജ് ചെയ്യുന്ന ശ്രീ രാഹുലും മറ്റുള്ളവർക്കും എല്ലാവർക്കും, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ അനുമോദനങ്ങളും. എനിക്ക് ഇന്നൊരു അവസരം തന്നതിൽ അവരോടൊക്കെ നന്ദി പറയുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. കോവിഡിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്,
ധാരാളം ദുരിതങ്ങളും ദുരന്തങ്ങളും. അയ്യപ്പൻ്റെ പ്രശ്നം നമുക്കറിയാം. 2018 ശേഷം നിരന്തരമായ ദുരിതമാണ് കേരളത്തിൽ. പ്രളയങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതും ലോകമെമ്പാടുമുള്ള കോവിഡ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ സഹോദരങ്ങളെയും ജാതിമത ഭേദമന്യേ എല്ലാവരെയും സാക്ഷാൽ ശ്രീ അയ്യപ്പൻ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. ആനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ